ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വിവി എൻ്റർടൈൻമെൻ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ഏറ്റവും പുതിയ കർവാണ്. ഇത് കർവിൻ്റെ തന്നെ ഇലക്ട്രിക് പതിപ്പാണ്. ഇവർ കുറച്ച് നാളായി വാഹനം ലോഞ്ചായിട്ട് ഒരുപാട് വീഡിയോസ് നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടു കാണും ഈ ഒരു വാഹനത്തിൻ്റെ. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് വീഡിയോ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ബേസിക്കായിട്ട് അറിയേണ്ട അത്യാവശ്യം കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. മെയിനായിട്ട് പ്രൈസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മെയിനായിട്ട് ഈ ഒരു വാഹനത്തിൽ ഇപ്പം ഇതിൻ്റെ ഒരു സെഗ്മെൻറ്റിൽ പുതിയൊരു സെഗ്മെൻറ്റ് തന്നെയാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. അപ്പം മെയിനായിട്ട് ഇതിൻ്റെ വേരിയൻസിലേക്ക് വരുന്ന സമയത്ത് ക്രിയേറ്റീവ്, അക്കംപ്ലിഷ്ഡ്, എംപവേർഡ് എന്നിങ്ങനെയാണ് വേരിയൻസ് പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് സൺറൂഫ് ഉള്ള വേരിയൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ നമുക്ക് വരുന്നുണ്ട്. എക്സ്ട്രാ കുറച്ചുകൂടി പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വേരിയൻസ് നമുക്ക് കിട്ടും. ഇതിൻ്റെ പവറിലേക്ക് അല്ല, അതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസിലേക്ക് വരുന്ന സമയത്ത് രണ്ട് വേരിയൻറ്റ് നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ്. 45 കിലോ വാട്ടുള്ള വാഹനവും അതുപോലെ തന്നെ 55 കിലോ വാട്ട് വരുന്ന വാഹനവും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ റേഞ്ചിലേക്ക് വരുന്ന സമയത്തും രണ്ട് രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ റേഞ്ചും വരുന്നത്. അപ്പോൾ റേഞ്ചിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ 45 കിലോ വാട്ടുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 502 കിലോമീറ്ററാണ് അതിന് റേഞ്ച് വരുന്നത്. അപ്പോൾ ടോപ്പനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു 502 കിലോമീറ്റർ വരുന്ന വാഹനം നമുക്ക് കാണുകയില്ല. ബിസ്മോൾ സെക്കൻഡ് അങ്ങനെ മാത്രമേ നമുക്കത് കാണുകയുള്ളൂ. ഇനി 55 കിലോ വാട്ട് വാഹനമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 585 കിലോമീറ്റർ നമുക്ക് റേഞ്ച് വരുന്നുണ്ട്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ 45 കിലോ വാട്ട് 55 കിലോ വാട്ട് നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഒന്നിന് 502 കിലോമീറ്ററും ഒന്നിന് 585 കിലോമീറ്ററുമാണ് വരുന്നത്. ഇപ്പോൾ സ്ലോ ചാർജിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 3 ഫേസ് ലൈനൊക്കെ നിർബന്ധമാണ് അതിന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 45 കിലോ വാട്ട് വാഹനം ഒരു 7 മണിക്കൂർ കൊണ്ട് നമുക്കത് ഫുള്ളാവുന്നതായിരിക്കും. അതായത് സ്ലോ ചാർജിങ് ആണെങ്കിൽ 7 മണിക്കൂർ കൊണ്ട് ഫുള്ളാവും. അതല്ല 55 കിലോമീറ്റർ വാഹനമാണെന്നുണ്ടെങ്കിൽ സ്ലോ ചാർജിന് ഏകദേശം ഒരു 8 മണിക്കൂർ നമുക്ക് എടുക്കുന്നുണ്ട്. ഇനി ഫാസ്റ്റ് ചാർജിങ്ങിലേക്ക് നമ്മൾ പൊക്കഴിഞ്ഞാൽ 10% തൊട്ട് 80% വരെ ചാർജ് ആവുന്നതിന് ഏകദേശം 40 മിനിറ്റോളം നമുക്ക് മതിയാവും ഫാസ്റ്റ് ചാർജിങ്ങിന്. അതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇനി പ്രൈസിലേക്ക് വരാം. നമ്മൾ പ്രൈസിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ബേസ് മോഡൽ ഞാൻ പറഞ്ഞു ക്രിയേറ്റീവ് ആണ് വേരിയൻ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ക്രിയേറ്റീവിലേക്ക് വരുന്ന സമയത്ത് 19.35 ലക്ഷമാണ് വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ എല്ലാവരും എക്സോറൂം പ്രൈസ് ആയിരിക്കും എല്ലായിടത്തും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വരുന്ന സമയത്ത് 19.35 ലക്ഷമാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സ് കൂടി വരുന്ന വാഹനം തന്നെയായിരിക്കും. ബേസ് മോഡലൊക്കെ വരട്ടെ, നമ്മൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിടുന്നതായിരിക്കും. ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ബേസ് മോഡലൊന്നും വന്ന് തുടങ്ങാനും സാധ്യത വരുന്നില്ല. നമുക്ക് അടുത്ത വേരിയൻറ്റിലേക്ക് പൊക്കഴിഞ്ഞാൽ, അക്കംപ്ലിഷിലേക്ക് നമ്മൾ പൊക്കഴിഞ്ഞാൽ അതിനകത്ത് 45 കിലോ വാട്ടുള്ള വാഹനവും വരുന്നുണ്ട്, 55 കിലോ വാട്ടുള്ള വാഹനവും വരുന്നുണ്ട്. അപ്പോൾ 45 കിലോ വാട്ട് വരുന്ന വാഹനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 20.44 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് 55 കിലോ വാട്ട് വേണ്ട വാഹനമാണ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം 21.27 ലക്ഷം രൂപ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. 1 ലക്ഷം രൂപയുടെ ഒരു ഏകദേശം എനിക്ക് 1.20 റേഞ്ചിൽ നമുക്ക് ഏകദേശം എനിക്ക് അത്രയും ഒന്നും അടുപ്പിച്ച് വരുന്നെന്ന് തോന്നുന്നു വ്യത്യാസമാണ് നമുക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ എംപവേർഡ് എന്ന് പറഞ്ഞ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഏകദേശം 24.26 ലക്ഷം രൂപയും ആ ഒരു വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 19.35 ലക്ഷം മുതൽ 24.26 ലക്ഷം വരെയാണ് നമ്മൾ ഈ കിടക്കുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ കിലോമീറ്റർ റേഞ്ചൊക്കെ ഞാൻ സംസാരിച്ചു, 502ഉം 585ഉം ഒക്കെയാണ് വരുന്നത്. ബേസ് മോഡലിൽ നമുക്ക് 45 കിലോ വാട്ട് വരുന്ന വാഹനം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അക്കംപ്ലിഷ് തൊട്ട് നമുക്ക് രണ്ട് വേരിയൻസും രണ്ട് മോഡൽസും നമുക്ക് അവൈലബിൾ ആണ്. ടോപ്പ് എൻഡിൽ നമുക്ക് ഒറ്റ വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ, 55 കിലോ വാട്ടിൻ്റെ വാഹനം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. പ്രൈസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇത്രമാണ് ബേസിക്കായിട്ട് അറിയേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ തന്നെയായിരിക്കും ബേസിക്കായിട്ട് അറിയേണ്ട പ്രൈസൊക്കെ തന്നെയാണ് ബേസിക് അറിയേണ്ട കാര്യങ്ങൾ. ബാക്കി ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞു കാണും. എന്നിരുന്നാലും നമുക്ക് ഡിസൈൻ വൈസ് ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാം. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ടാറ്റയുടെ വാഹനങ്ങൾ ഇപ്പം വരുന്നത് ഈ ഒരു സെയിം ഡിസൈൻ പാറ്റേണിലൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെയിം ഡിസൈൻ പാറ്റേണൊക്കെ തന്നെ ഇതിനകത്തും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹുഡിൻ്റെ പോർഷനൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഫ്ലാറ്റായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ക്യാരക്ടർ ലൈൻസ് ഒന്നും വരുന്നില്ല. ഈ ഒരു സൈഡിലായിട്ട് അത്യാവശ്യം നമുക്ക് ആ ഒരു ട്രൈയാറോ പോലത്തെ ഒരു ഡിസൈൻ ഈ ഒരു സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. ലൈറ്റിൽ നോക്കുന്ന സമയത്ത് ആ ഒരു DRL കണക്റ്റഡ് ആയിട്ട് പോയേക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ തന്നെയാണ് 10 ഇൻഡിക്കേറ്റർ കമ്പനി പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോർഷനിലാണ് ചാർജിങ് പോർട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ എക്സിക്യൂട്ടീവ് പയ്യൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് ചാർജ് ചെയ്തതിന് ശേഷം ഒരു 30 നമ്മളിപ്പോൾ അത് അടയ്ക്കാൻ മറന്നു പോയി എന്നുണ്ടെങ്കിൽ ഒരു 30 സെക്കൻഡിനുള്ളിൽ ഇത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും എന്നൊരു ഫീച്ചർ കൂടി അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് പുതിയൊരു കാര്യമാണ്. അപ്പോൾ ലോഗോ ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ടാറ്റയുടെ വാഹനങ്ങളിൽ വരുന്നത്. അപ്പോൾ താഴേക്കൊക്കെ നോക്കും. ഇതിനകത്ത് പിന്നെ അഡാസ് ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ലെവൽ 2 ആണ് അഡാസ് നമുക്ക് വരുന്നത്. ഇപ്പോൾ ടോപ്പ് എൻഡ് വാഹനമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അഡാസും കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഒരു ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്
കാണാം, ക്യാമറയുടെ ഓപ്ഷൻ നൽകിയിട്ടുള്ളത് കാണാം. അപ്പം ലൈറ്റ് ഇതിന് പ്രൊട്ടക്റ്റഡ് ആണ്. ഫോഗ് ലാമ്പ് വരുന്നത് LED ടൈപ്പുമാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പിയാനോ ബ്ലാക്കിൻ്റെ എലമെൻറ്റുകളൊക്കെ നല്ല രീതിയിൽ ഫ്രണ്ട് പോർഷനിൽ നൽകിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രില്ലിൻ്റെ പോർഷനൊക്കെ നോക്കുന്ന സമയത്ത് ക്ലോസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാര്യം ഒരു EV വാഹനമാണ്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും വരുന്നത്. ഇപ്പോൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള എയർ ഇൻടേക്കും കാര്യങ്ങളൊക്കെ താഴ്ഭാഗത്താണ് നൽകിയിട്ടുണ്ട്. ചെറിയ ക്രോം പ്ലേറ്റിംഗ് പോലെയാണ് ഈ ഒരു പോർഷനിലൊക്കെ ആയിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഗാംഭീര്യവും കാര്യങ്ങളും എല്ലാം നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ പറയാം. അവിടെ നിന്ന് നേരെ നമുക്ക് സൈഡിലേക്ക് വരാം. അപ്പോൾ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വലിപ്പവും ഗാംഭീര്യവും നമുക്ക് ആ ഒരു സൈഡ് പ്രൊഫൈലിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ സൈഡിലൊക്കെ നോക്കിയാൽ നമ്മൾ ക്ലാഡിംഗ് ഒക്കെ നോക്കുന്ന സമയത്ത് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് ഈ ഒരു താഴ്ഭാഗത്തും എല്ലാം കമ്പനി നൽകിയിട്ടുള്ളത്. ഈ വീഡിയോ ഒരു ബാഡ്ജിങ് ഇവിടെ വരുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പോർഷനിൽ നമുക്ക് ആ ഒരു ക്യാമറയുടെ ഓപ്ഷൻ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. മിററിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഇപ്പോൾ സഫാരിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സെയിം രീതിയിലുള്ള ഡിസൈനൊക്കെ തന്നെയാണ് ഈ ഒരു മിററിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് പുതുമയും കാര്യങ്ങളൊന്നും അവകാശപ്പെടാനൊന്നും ഇല്ല. ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ പറയാനായിട്ടൊന്നുമില്ല. ടയറിലൊക്കെ വരുന്ന സമയത്ത് അലോയുടെ ഡിസൈനൊക്കെ നല്ല രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. നല്ല രസമുണ്ട് അത് കാണുന്നതിന് വേണ്ടിയിട്ടും. ടയർ പ്രൊഫൈൽ വരുന്നത് ഇത് 215/55 R18 ആണ്. 18 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു ടയർ സൈസ് വരുന്നത്. അത്യാവശ്യം പ്രൊഫൈലുള്ള ടയർ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ പറയേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ അവിടെ നിന്ന് നമുക്ക് റേസറിലേക്ക് വരാം. അപ്പം ഡോർ ഹാൻഡിൻ്റെ കാര്യം ആണ് ഇവിടെ നല്ല അത്യാവശ്യം നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഡോർ ഹാൻഡിലൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പല വാഹനങ്ങളെ ഈ ഒരു ഡിസൈൻ കണ്ടിട്ടുള്ളതുമാണ്. പ്രത്യേകിച്ച് അത് പുതുമയായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് ആ ഒരു രീതിയിൽ തന്നെ നൽകിയിട്ടുള്ളത്. ഇനി ഇതിന് നമ്മളൊരു SUV കൂപ്പി 6 സെഗ്മെൻറ്റിലാണ് ഈ ഒരു വാഹനം വരുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു എന്താ പറയുക SUV വാഹനം പോലെ തോന്നുകയും ചെയ്യും. എന്നാൽ നമുക്കൊരു സെഡാൻ്റേതായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ആ രീതിയിൽ തന്നെയാണ് അത്യാവശ്യം നല്ല വലിപ്പം നമുക്ക് ഈ ഒരു വാഹനത്തിന് തോന്നുന്നുണ്ട്. പിന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പോർഷൻ എനിക്ക് തോന്നുന്നത് ഈ റിയർ സൈഡ് തന്നെയാണ്. അത്യാവശ്യം നല്ല മാസീവായിട്ട് തന്നെയാണ് നമുക്ക് റിയർ സൈഡ് നൽകിയിട്ടുള്ളത്. കാരണം VV എന്നൊരു ബാഡ്ജിങ് ആണ് ഇവിടെയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ക്യാമറയുടെ ഓപ്ഷൻ നൽകിയിട്ടുള്ളത് കാണാം. നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒക്കെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഏകദേശം 500 ലിറ്റർ ബൂട്ട് സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളതും കൊള്ളാം. നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തത്. താഴ്ഭാഗത്ത് നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒക്കെ വരുന്നുണ്ട്. റിവേഴ്സ് സെൻസർ നൽകിയിട്ടുള്ളത് കാണാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഗാംഭീര്യം എല്ലാം വരുന്നൊരു വാഹനം തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട് വൈസ് നോക്കുന്ന സമയത്തും സൈഡിൽ നിന്നും പുറകിൽ നിന്നും എല്ലാം നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും അട്രാക്റ്റീവായിട്ട് വരുന്നത് നമുക്ക് ഈ ഒരു റിയർ സൈഡ് തന്നെയാണ്. റിയർ വൈപ്പർ വരുന്നില്ല, നമുക്ക് ഡിഫോഗർ ലൈൻസ് നൽകിയിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് കയറി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് നമുക്ക് വീഡിയോ നമുക്ക് നിർത്തി. അകത്തേക്ക് കയറുമ്പോൾ ഞാൻ ജസ്റ്റ് കീ ഒന്ന് കാണിച്ചിട്ട് കണ്ടോ, നല്ല പ്രീമിയം രീതിയിലാണ് ഇതിൻ്റെ ഒരു കീ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ട്. നമ്മൾ ടാറ്റയുടെ സാധാരണ വാഹനങ്ങൾ കണ്ടുവന്ന ഒരു കീയുടെ പാറ്റേൺ അല്ല ഈ ഒരു വാഹനത്തിൽ നൽകിയത്. നല്ല ഗ്ലാസ് രീതിയിലൊക്കെ തന്നെയാണ് അത്. നല്ല ക്രിസ്റ്റലായിട്ടുള്ള രീതിയിൽ തന്നെ വരുന്ന ഒരു ഡിസൈനായിട്ട് നമുക്ക് പറയാം. അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ജസ്റ്റ് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുന്ന സമയത്ത് കീലെസ് എൻട്രി ഒക്കെ വരുന്നുണ്ട്. അതിന് ഞാൻ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ഇപ്പോഴത്തെ എല്ലാ വാഹനങ്ങളിലും ഉള്ളത് തന്നെയാണ്. ജസ്റ്റ് അകത്തേക്ക് നോക്കാം. അകത്തേക്ക് വരാം. നമുക്ക് അകത്തേക്ക് വരുന്ന സമയത്ത് ഡോർ പാഡൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പുതുമകളും കാര്യങ്ങളും നമുക്ക് അവകാശപ്പെടാനൊന്നുമില്ല. നമ്മൾ ഓൾറെഡി കണ്ടു വന്നിട്ടുള്ള ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഇതിൽ തന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ അംബ്രല്ല ആ ഒരു രീതിയിലുള്ള ഹോൾഡർ കൂടി നമുക്ക് അവൈലബിൾ ആണ്. വേറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് പറയാനായിട്ടൊന്നുമില്ല. അപ്പോൾ അകത്തേക്ക് വരാം. നമുക്ക് അകത്തേക്ക് നോക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു സീറ്റൊക്കെ നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ വെന്റിലേറ്റർ സീറ്റ്സുമാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾസാണ് ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിയറിംഗ് വീൽ നോക്കുന്ന സമയത്ത് നല്ല പ്രീമിയം രീതിയിൽ തന്നെയാണ് നമുക്ക് ആ ഒരു സ്റ്റിയറിംഗ് വീലൊക്കെ കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ടോ, നല്ല രസമുണ്ട് അത് കാണുന്നതിനൊക്കെ ആയിട്ട്. നല്ല പ്രീമിയം രീതിയിൽ തന്നെ ലെതർ ഡിസൈനൊക്കെ നല്ല രീതിയിൽ കൊള്ളാം. ഫുള്ളി ഡാഷ്ബോർഡ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 2-3 കളറിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയാം. അതിന് ഇവിടെ ഒരു സ്റ്റിച്ചിങ് ഒക്കെ നൽകിയിട്ടുള്ളത് കാണാം. അതൊക്കെ നല്ല രസമുണ്ട്. AC വെൻറ്റിൻ്റെ ഡിസൈനൊക്കെ കൊള്ളാം. ആൻഡ്രോയിഡ് ടാൽപ്പ് കവർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് അതിനുള്ളിൽ തന്നെ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ ഓപ്ഷൻ 360 ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വാഹനത്തിൽ വരുന്നത്. ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമാണ്. അപ്പോൾ അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. സിറ്റി, എക്കോ സ്പോർട്ട് എന്നീ ഡ്രൈവ് മോഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. വയർലെസ് ചാർജ് നമുക്ക് വരുന്നുണ്ട്. ആംബ്രസ്റ്റ് അവൈലബിൾ ആണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും അതിനുള്ളിൽ വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ വെക്കാനായിട്ട് സാധിക്കും. ഫ്രണ്ടിലത്തെ 2 സീറ്റ് നമുക്ക് എന്താ പറയുക വെന്റിലേറ്റർ സീറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ടോപ്പിലേക്ക് നോക്കിയ സമയത്ത് മിറർ ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യുന്ന സാധനം തന്നെയാണ്. ലൈറ്റിൻ്റെ ഓപ്ഷൻസ് തന്നെ നൽകിയിട്ടുള്ളത് കാണാം. അതുപോലെ സൺറൂഫും കാര്യങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് നമുക്ക് ഈ കിടക്കുന്ന ഈ ഒരു കർവ്. ജസ്റ്റ് നമുക്ക് റിയർ സൈഡോട്ട് കയറി നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് സൈഡിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറാം. ഒരു മെയിൻ പോർഷൻ എന്ന് പറഞ്ഞാൽ റിയർ സൈഡ് തന്നെയാണ്.
അപ്പോൾ അകത്തേക്ക് കയറുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പനോറമി സൺറൂഫാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ആംബ്രസ്റ്റൊക്കെ വരുന്നുണ്ട്. കപ്പ് ഹോൾഡർ അതിനകത്ത് നൽകിയിട്ടുണ്ട്. റിയർ AC വെൻ്റ്, ടൈപ്പ് ചാർജിങ് സോക്കറ്റ്, 45 വാട്ട്സിൻ്റെ ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡോർ പാഡിലേക്ക് നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അവിടെ പുതുമയൊന്നും പറയാനില്ല. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. കണ്ടോ, ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സീറ്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത്യാവശ്യം ചാരിയൊക്കെ കിടക്കണമെങ്കിലും അത് നല്ല രീതിയിൽ നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ജസ്റ്റ് നമുക്ക് ഇനി ഫ്രണ്ടിലേക്കൊന്ന് പോയി ബോണറ്റ് തുറന്ന് ജസ്റ്റ് കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് നിർത്താം. അത്യാവശ്യം നല്ല ഹെവിയാണ് കേട്ടോ ഫുഡൊക്കെ വരുന്നത്. ടാറ്റയുടെ വാഹനമായതുകൊണ്ട് അതൊന്നും പ്രത്യേകിച്ച് ഇനി എടുത്ത് പറയേണ്ട കാര്യമൊന്നും തന്നെ വരുന്നില്ല. ബൂട്ട് സ്പേസ് അല്ല, സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഏകദേശം ഒരു 11 ലിറ്റർ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഒരു സാധനം വെച്ചേക്കുന്നുണ്ട്. ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു EV വാഹനം നമുക്ക് പോകുന്ന സമയത്ത് നമുക്ക് അറിയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ 20 കിലോമീറ്റർ താഴെയാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ചെറിയൊരു സൗണ്ടും കാര്യങ്ങളും നമുക്ക് കേൾക്കും. വാഹനം വരുന്നുണ്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിലുള്ളതാണെന്നാണ് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ മനസ്സിലാവുന്ന രീതിയിൽ അങ്ങ് പറഞ്ഞു തന്നതേ ഉള്ളൂ. ഇവർക്ക് ഇതിന് അതിൻ്റേതായ എക്സ്പ്ലനേഷൻസ് കാര്യങ്ങളൊക്കെ കാണും. നമ്മളത് എന്താണ് സിമ്പിളായിട്ട് ചോദിച്ച് പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. EV വാഹനമായതുകൊണ്ട് ഇൻസുലേഷൻ്റെ ഒന്നും ആവശ്യമൊന്നും വരുന്നില്ല. എന്നാലും നൽകിയിട്ടുണ്ട്. നല്ല ഹെവിയുമാണ് ഫുഡ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല പുതുമയുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ SUV കൂപ്പയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഇനി ഒരുപാട് വാഹനങ്ങൾ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്യാവശ്യം ഫീച്ചേഴ്സും എല്ലാം വരുന്ന വാഹനം തന്നെയാണ്. ടോപ്പ് എൻഡുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം ഇത്രയും ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ തുടക്കത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.